അങ്ങനെ നമ്മുടെ ഹരിയർ ഫോർട്ട് ട്രെക്കിന് ശേഷം എല്ലാവരും നാസിക്കിന്ന് ബൈ പറഞ്ഞ് നാട്ടിലേക്ക് പോയി കേട്ടോ. എന്നാൽ എന്റെ ഒരു പുതിയ യാത്ര ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായിട്ട് നടക്കാനിരിക്കുന്ന നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്കിന്റെ കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നേരിട്ട് പോയി നടത്തി വാലി ഓഫ് ഫ്ലവേഴ്സും ഹേംകുണ്ട് സാഹിബും ഒന്ന് ട്രെക്ക് ചെയ്ത് വരിക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. നാസിക് എന്ന് ഞാൻ ഡൽഹി വരെ പോകുന്നത് മുംബൈ അമൃത്സർ എക്സ്പ്രസിലാണ് കേട്ടോ. ട്രെയിനിൽ ഞാൻ പൊതുവെ എ സിയിൽ യാത്ര ചെയ്യാറില്ല. ഹരിയർ ഫോർട്ട് ട്രെക്ക് കഴിഞ്ഞുകൊണ്ടും ഇനിയിപ്പം നേരെ ഇതിലും വലിയൊരു ട്രെക്കിങ്ങിനാണ് പോകുന്നുള്ളതുകൊണ്ടും മാത്രമാണ് കേട്ടോ ഈ ഒരു തേർഡ് AC എക്കണോമി കോച്ച് ഞാൻ ബുക്ക് ചെയ്തത്. ട്രെയിൻ യാത്രകളിലെ ലൈഫ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത് ജനറലും സ്ലീപ്പറിലും ആയിരിക്കും കേട്ടോ. തേർഡ് AC എക്കണോമിയിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്തത്. ഈ തേർഡ് ACയും എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. എക്കണോമിയിൽ നമുക്ക് ഒട്ടും ഇട കാണുകയല്ല, പക്ഷെ നമ്മുടെ കാലിന് വരെ കിട്ടാവുന്ന രീതിയിലുള്ള AC വെന്റും വർക്ക് ചെയ്യുന്ന റീഡിംഗ് ലാമ്പും ചാർജിംഗ് പോർട്ടും അങ്ങനെ എല്ലാ സെറ്റപ്പും നമുക്ക് തേർഡ് AC എക്കണോമിയിൽ കിട്ടും. തേർഡ് AC കഴിഞ്ഞ ഒരു 200 രൂപ റേറ്റും കുറവാണ്. ഈ കോച്ചിന്റെ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. വേണ്ട ഇതുപോലത്തെ ഈ ആർച്ച് പോലെയുള്ള ഈ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഡോറൊക്കെയുള്ള ഇതുപോലത്തെ ടോയ്ലറ്റ് ഒക്കെ ഞാൻ ട്രെയിനകത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ തേർഡ് AC എക്കണോമിക്കകത്ത് ഇടയില്ലെന്നുണ്ടെങ്കിലും വൻ സെറ്റപ്പാണ്. ഈ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. മധ്യപ്രദേശിലെ ബുധിനി എന്ന് പറഞ്ഞ സ്റ്റേഷൻ മുതൽ ഭോപ്പാൽ വരെ വിന്ധ്യ ഹിൽസിലൂടെ മൺസൂൺ ടൈമിൽ ഒരു അടിപൊളി യാത്ര നമുക്ക് ഈ ഒരു ട്രെയിനിനകത്ത് പറ്റും. ഗുജറാത്തിലും മധ്യപ്രദേശിലും ബീഹാറിൽ കൂടെ ഒക്കെ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു മലനിരയിൽ കൂടെയുള്ള യാത്ര, അതും മൺസൂൺ ടൈമിൽ തുരങ്കങ്ങളും പാലങ്ങളും മലനിരകളൊക്കെ ഇത്ര പച്ചപ്പോടുകൂടി നമുക്ക് നോർത്ത് ഇന്ത്യ കാണാൻ പറ്റുന്നതൊക്കെ വലിയ കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഏതൊരു MRI മെഷീനുള്ളിൽ കിടക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിനകത്ത് കിടന്നുറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും ഉറക്കവും വന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല കിളി പാറിയ അവസ്ഥയിൽ രാവിലെ 3 മണിയായപ്പോൾ നമ്മൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങി കേട്ടോ.